ഹലോ, ചാരൂസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് കക്കയിറച്ചി കിട്ടിയിട്ടുണ്ട്. കക്കയിറച്ചി എങ്ങനെയാണ് ക്ലീൻ ചെയ്തിട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കക്കയിറച്ചി. കക്കയിറച്ചി എന്ന് ഞങ്ങൾ പറയുന്നത് കല്ലുമ്മക്കായുടെയൊക്കെ ചെറിയൊരു സാധനം പോലെ ഉണ്ടാവും. കക്കയിറച്ചി എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 തവണ കഴുകി വാരിയെടുക്കുക. ഇത് നന്നാക്കുക എന്ന് പറയുന്നത് ഒരു മാരക പണിയാണ്. ഇതാണ് സാധനം. ഇതാണ് ഇതിൻ്റെ വേസ്റ്റ്. ഇത് കളയാതെയും ചിലരൊക്കെ ഉണ്ടാക്കും, അല്ലാത്തവർ കളഞ്ഞിട്ടും ഉണ്ടാക്കും. കളയാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വയറുവേദനയൊക്കെ എടുക്കുമെന്ന് പറയും. എനിക്ക് പണ്ടൊക്കെ വയറുവേദന എടുക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ടേ ഉണ്ടാക്കുള്ളൂ. അതിന് ഒരു എളുപ്പപ്പണി പറയുന്നുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് കളയാനും വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു അടപ്പെടുക്കണം. അതിലേക്ക് ഇതിങ്ങനെ വയറിൽ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം അതിൻ്റെ വേസ്റ്റ് തന്നെയായിട്ട് വരും പോലും. എളുപ്പത്തിൽ നന്നാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നന്നാക്കി ക്ലീൻ ചെയ്തിട്ട് വരാം. അങ്ങനെ കക്കയിറച്ചിയൊക്കെ ക്ലീൻ ചെയ്തു. 1/2 കിലോ കക്കയിറച്ചി ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വേസ്റ്റാണിത്. കക്കയിറച്ചി കഴുകി വാരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേഗം വെക്കാം. അരിഞ്ഞെടുത്തിട്ടുണ്ട്. കക്കയിറച്ചി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിട്ട വരുവല്ല, വെന്തിട്ടുണ്ട് അത്യാവശ്യം. ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സബോള വഴറ്റിയെടുക്കാം. രണ്ട് വറ്റൽമുളക് ഇടുന്നുണ്ട്. സബോള ഇട്ട് വഴറ്റാം. സബോള വഴറ്റാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വേറെ വലിയ പണിയൊന്നും ഇല്ലാത്ത ദിവസം വേണം കക്കയിറച്ചി ഉണ്ടാക്കാനും വേണ്ടി ഒരുങ്ങാനും വേണ്ടിയിട്ട്. ഞാൻ ഫ്രഷ് ടു ഹോമിൽ ഫോട്ടോ കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത്. ഫോട്ടോ കണ്ടപ്പോൾ അത്യാവശ്യം വലിയ വലിപ്പമുള്ള കക്കയിറച്ചിയായിരുന്നു. പക്ഷെ വന്നപ്പം ഫോട്ടോയിലുള്ളത്ര വലിപ്പമില്ല. അത് എനിക്ക് പണിയായി. സബോള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള തേങ്ങ ഇടാം. ഇതിനാണ് ഞങ്ങൾ തേങ്ങാക്കൊത്ത്, തേങ്ങാപ്പൂളെന്നൊക്കെ പറയും. ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ഒരു 3 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1.5 സ്പൂണ് മീറ്റ് മസാല എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് കുരുമുളക് പൊടി. എല്ലാവരുടെയും അളവിനനുസരിച്ചിട്ടും എരിവിനനുസരിച്ചിട്ടുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ്. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുവാണെങ്കിലും നന്നായിട്ടുണ്ടാവും. അതിന് സമയമില്ലാത്തൊരു പേസ്റ്റ് ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് പൊടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. പൊടി ചൂടാകുമ്പോൾ ഒരു നല്ല മണം വരുമല്ലോ. ആ സമയത്ത് ചട്ടിയിലിരിക്കുന്ന കക്കയിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനിടണം. മഞ്ഞൾപ്പൊടി ഇനി ഇടേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളം നന്നായിട്ട് വലിയും. കക്ക ഇറച്ചി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിങ്ങനെ പാകമാകുമ്പോഴത്തേക്കിനും വീർത്തിട്ട് പൊട്ടും. നമ്മൾ ചട്ടിയിൽ കണ്ട പരുവല്ലല്ലോ ഇപ്പം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കഴിക്കുമ്പോഴല്ല ടേസ്റ്റ്, നാളെ ഒന്നും കൂടി ഫ്രൈ ആക്കിയിട്ട് കഴിക്കുമ്പോഴത്തേക്കിനും ഇന്നത്തേലും ടേസ്റ്റാണ് നാളെ. ഞാൻ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് ഞങ്ങളുടെ ടേസ്റ്റിൻ്റെ പരുവൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം കക്ക ഇറച്ചി ഏകദേശം റെഡിയായി. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ കറികൾ ചേമ്പ് കറിയും പച്ചത്തക്കാളി തോരനും കക്ക ഇറച്ചി ഫ്രൈയുമാണ്. അപ്പം ഞാനിന്ന് കക്ക ഇറച്ചി കുറച്ച് ടേസ്റ്റ് നോക്കിയേക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം കക്ക മേടിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സമയമുള്ളവർ കക്ക മേടിച്ച് വെക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.